ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ SJR കുമാർ, സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ 3000-ഓളം പേർ പങ്കെടുക്കുന്നുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. ആരൊക്കെയാണ് ഈ 3000-ഓളം പേർ? ആരൊക്കെയാണ് പ്രതിനിധികൾ? ഇത്തരത്തിൽ പല സംശയങ്ങളും നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ബിന്ദു അമ്മിണിയുടെ പോസ്റ്റ് വന്നതോടുകൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നത്. അയ്യപ്പ ഭക്തിയായി താനും അവിടെ എത്തുന്നുണ്ട്, നിങ്ങളും വരുന്നില്ലേ എന്നാണ് ബിന്ദു അമ്മിണിയുടെ പോസ്റ്റ് വരുന്നത്. ഇതൊരു ചെറിയ വെല്ലുവിളിയായി കാണേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഈ വിഷയത്തോട് താങ്കൾ പ്രതികരിക്കുന്നത്? ഉദ്ദേശം എന്താണോ അത്തരത്തിലാണ് ഇന്നിപ്പോ ബിന്ദു അമ്മിണിയുടെ പ്രതികരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് കൂടെ വന്നിരിക്കുന്നത്. യാതൊരു സംശയമില്ല. ഈ വിഷയത്തില് ഇന്നലെ നടന്ന ഡിബേറ്റിൽ ഞാൻ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് സർക്കാർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു അയ്യപ്പ ഭക്ത സംഗമം യാതൊരു കാരണവശാലും അത് ഭക്തർക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ശബരിമലയുടെ ഗുണത്തിന് വേണ്ടിയിട്ടോ ആചാര സംരക്ഷണത്തിന് വേണ്ടി ആകില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന കാര്യം, ഇതുവരെ ഈ സർക്കാർ തുടക്കം മുതൽ, അതായത് ഇടതുപക്ഷ സർക്കാർ, ഈ സർക്കാർ എന്നല്ല, കേരളം ഭരിച്ച ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകളെല്ലാം തന്നെ സനാതന ധർമ്മത്തിനും അതുപോലെ തന്നെ വിശ്വാസത്തിനും പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലും എല്ലാം ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നത് ചരിത്രമാണ്. അത് ഇന്ന് ഭക്തജനക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം 2018 ശബരിമല വിഷയത്തിൽ, യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു വിധി വന്നതോടുകൂടി, പക്ഷെ ആ വിധി പിന്നീട് തിരുത്തപ്പെട്ടു, അതിന്റെ കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും പോയെന്നും അത് പിന്നീട് കൈവിട്ടുപോയി, അബദ്ധമായി എന്ന് മനസ്സിലാക്കിയ 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയുടെ ഭാഗമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ ഞങ്ങളുടെ ഭക്തജനങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ CPM വളരെയധികം ലഘുലേഖകൾ അടിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അത് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ അതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന്റെ മോഹത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ യഥാർത്ഥത്തിൽ അവർക്ക് അത്തരത്തിൽ വിശ്വാസത്തോടൊപ്പമാണ്, അല്ലെങ്കിൽ ശബരിമലയുടെ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലും ചിന്തയുണ്ടായിരുന്നെങ്കിൽ 2-3 കാര്യമാണ് അവിടെ പറയാനുള്ളത്. ഒന്ന്, ഈ തുടക്കം മുതൽ അവരെടുത്ത സമീപനം ഈ വിഷയത്തിലെ വിശ്വാസികൾക്കെതിരായിരുന്നു. സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, അന്ന് കൊടുത്ത സത്യവാങ്മൂലം, ഈ മാറ്റം അവര് പൊതുസമൂഹത്തിൽ 2019 ഇലക്ഷന് തിരിച്ചടിക്ക് ശേഷം പറഞ്ഞെങ്കിലും യാതൊരു കാരണവശാലും അത് തിരുത്താനോ അല്ലെങ്കിൽ അത് മാറ്റി അവിടെ കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അവരുടെ വാദമുഖം ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കബളിപ്പിക്കലാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളാണ്. ഭക്തജനങ്ങൾ അവിടെ തൊഴാനെത്തുന്നവര് തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് വ്രതം നോറ്റ് 41 ദിവസം വ്രതം നോറ്റ് കഠിനമായ ഈ പാതയിലൂടെ സഞ്ചരിച്ചു വരുന്നവരെ എത്ര അവഗണിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്, ഈ ദേവസ്വം ബോർഡും. അതായത് അവർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകാതെ 24 മണിക്കൂറും അതിൽ കൂടുതലും പലപ്പോഴും ക്യൂ നിൽക്കുകയും അവിടെ പലരും ബോധം കെട്ട് വീഴുകയും മരിച്ചു വീഴുകയും അതുപോലെ തന്നെ വളരെയധികം നാളം ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ പലരും മടങ്ങിപ്പോരുകയും ഒക്കെ അത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ്. കൂടാതെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ഒരു കാരണവശാലും ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ചെറിയ എമൗണ്ട്, നമുക്കറിയാം 2023 ഏതാണ്ട് 100 കോടി രൂപ അനുവദിച്ചതിൽ വളരെ 22 കോടിയോളം ഉപയോഗിച്ചു, ബാക്കിയെല്ലാം അവര് ലാപ്സാക്കി കളഞ്ഞു. ഈ ഉപയോഗിച്ച് തന്നെ വേണ്ട തരത്തിലായിരുന്നില്ല. അതേ പമ്പയില് അവിടെ ശുദ്ധജല വിതരണത്തിനും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിനും അതുപോലെ നമുക്കറിയാം പാത നന്നാക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ച ഫണ്ടുകളെല്ലാം വകമാറ്റി ചെലവഴിച്ചു. മാത്രമല്ല ഈ പാതയിലെ കല്ല് വിരിച്ചതിനെ തുടർന്ന് എല്ലാ പ്രാവശ്യവും അവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. 8-10 പേര് അവിടെ താഴെ വീഴുന്നു, തെന്നി വീഴുന്നു, വളരെ അപകടകരം ഉണ്ടാവും. ഇത്തരത്തില് ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് ഒന്നും നമുക്ക് ഈ സർക്കാരുകൾ ചെയ്തതായിട്ട് നമുക്ക് കാണാനില്ല. അവരിന്നും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നെ അവർ കൂടെ സനാതനധർമ്മത്തെയും അതുപോലെ വിശ്വാസത്തെയും ചലഞ്ച് ചെയ്തിട്ടുള്ള പ്രസ്താവനകളാണ്. ഗണപതി മിത്താണെന്നും അതുപോലെ തന്നെ സനാതനധർമ്മം ഒരു വൈറസ് ആണെന്നും പറയുന്നവരുമായിട്ട് കൂട്ടുകൂടി ഇപ്പൊ തന്നെ അവർ പറയുന്ന ആരൊക്കെയാണ് വരാൻ പോകുന്ന ആളുകൾ, ഈ സ്റ്റാലിൻ പോലുള്ള ആളുകൾ അവരെന്താണ് ഇതുവരെ കാട്ടിക്കൂട്ടിയത്. ഈ DMKയുടെ പ്രസ്താവനകളൊക്കെ നമുക്കറിയാവുന്നതാണ്, CPMന്റെ പ്രസ്താവന നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളെ അവിടെ വിളിച്ചുകൂട്ടി, അതും പമ്പയിൽ യാതൊരു കാരണവശാലും ഇത്തരത്തില് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനോ അത്തരത്തിലൊന്നും സാധ്യമല്ലാത്തൊരു ഏരിയയാണ്. ഇവിടുന്ന് മാത്രമല്ല, ഏത് ആരാധനാ കേന്ദ്രത്തിനോട് സമീപമുള്ള ആ പുണ്യസ്ഥലം, അത് പമ്പയുടെ പുണ്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരം സ്ഥലത്ത് ഇത് നടത്തുന്നതിന്റെ ഉള്ളിലെ നീക്കം എന്താണെന്ന് ഇന്നിപ്പോ ബിന്ദു അമ്മിണിയുടെ പോസ്റ്റ് കൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇത്തരം ആളുകളെ വീണ്ടും ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് അവർക്ക് തിരിച്ചടി ഉണ്ടായി, അവർ തിരിച്ചറിഞ്ഞു നമ്മൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അവർ വീണ്ടും
ഈ ഭക്തജനങ്ങളെ വീണ്ടും വിഘടിപ്പിച്ച് നിർത്തി തെറ്റായ ഒരു സന്ദേശം നൽകി ഈ ശബരിമലയിലെ ഇത്തരം ആളുകളെ ശ്രീ വിളിച്ചു എസ് ജെ വരുത്തിയിട്ട് ആർ കുമാർ തുടരുക.